നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കുറച്ച് സാരി കാണിക്കട്ടെ. പിന്നെ ബഡ്ജറ്റ് റേറ്റിലുള്ള സാരിയാണ്. മെജോറിറ്റി ഫങ്ഷൻ വെയറും ഡെയിലി വെയറും ഒക്കെ ആയിട്ട് കൊടുക്കാം. സാരി അങ്ങ് കാണിച്ച് പോകാം. അപ്പോൾ അതിൻ്റെ വിശേഷണങ്ങൾ അന്നപ്പം പറഞ്ഞാൽ പോരെ അല്ലേ. ഇതാ നമ്മുടെ ഒരു സെമി ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് കണ്ടോ, ഒരു ചെറിയ സോഫ്റ്റ് സിൽക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോട്ടൺ മിക്സാണ്. ഈ ചന്തേരിയുടെ ഒക്കെ ഒരു മിക്സ് പോലെ വരും. സിൽക്ക് എന്ന് വെച്ചാൽ ഇതിനകത്തുണ്ടല്ലോ ഒരു ചെറിയ ഗ്ലോ ഉണ്ട്, പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ചെക്ക് ഡിസൈനാണ്. ഇപ്പോൾ ചെക്ക് ഡിസൈൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ, ഭയങ്കര ഇപ്പം വീണ്ടും ചെക്ക് ഒരു ട്രെൻഡായിട്ട് വരിക. അപ്പോൾ ചെക്ക് ഡിസൈനിൽ ഇങ്ങനത്തെ നമ്മുടെ ട്രഡീഷണൽ ബോർഡറൊക്കെ ആയിട്ട് ഉള്ളൊരു സാരി. ഇതിൻ്റെ ഡിസൈൻസിൻ്റെ ചെക്കിൻ്റെ ഈ ബോർഡറിൻ്റെ കളർ മാറി മാറി വരും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. മുന്താണി വന്നിട്ട് ഇത് വളരെ ബഡ്ജറ്റ് റേറ്റാണ്. നിങ്ങൾക്ക് എന്നാ പറയുന്നത്, ഒരു ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ട് ഇപ്പം എല്ലായിടത്തും പെരുന്നാളും ഉത്സവങ്ങളും ഒക്കെ നടക്കില്ല, അങ്ങനെയൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ നല്ലൊരു സാരിയാണ്. ചെറിയ അത്യാവശ്യം ഒരു കല്യാണത്തിനോ ഒരു എൻഗേജ്മെൻറ്റിനോ ഒക്കെ പോകണമെങ്കിലും കൊടുക്കാനായിട്ട് നല്ല സാരി. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കളർ ഫെയ്ഡ് അല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ വീവിങ് കേട്ടോ. ഇങ്ങനെ ഒരു സിൽവർ ഒരു ഇതിലേക്ക് പോയിരിക്കുക, എന്നിട്ട് വന്നിരിക്കുന്ന ഒരു വീവിങ് ആണുള്ളത് കേട്ടോ. പിന്നെ ബോഡിയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീഡിയോക്കകത്ത് എങ്ങനെ നിൽക്കുന്നത്, ഒത്തിരി അകലെ പോയി നടക്കുക. അതെങ്ങനെ എന്തിനീ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്നത് പുറത്തൊന്നും. ഞാൻ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നതാണേ, ഇങ്ങനെ കണ്ടുവരുമ്പം ഇതോടെ പോയി. നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് ഓവർ നോട്ടം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും ഈ കുറ്റം കണ്ടുപിടിക്കാനുള്ള നോട്ടം കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ബ്ലൗസ് കേട്ടോ. മുന്താണിക്ക് വരുന്നത് തന്നെ ബ്ലൗസ്. നല്ല സിമ്പിൾ സാരിയാണ്. പിന്നെ ഇത്തേനൊരു ചെക്ക് ഗോൾഡൻ പോയിട്ട്, ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഗോൾഡ് അല്ല, ഇത് ലൈൻസാണ്. കൂടെ ചെക്ക് ലൈൻസ് പോയിരിക്കുക, അല്ലാതെ ഗോൾഡൻ വീവിങ്ങോ അങ്ങനെയൊന്നും അല്ല, പ്രിൻ്റായിട്ട് ലൈൻസ് പോയിരിക്കും. ഒട്ടും ഓവറായിട്ട് എടുത്ത് നിൽക്കത്തില്ല, പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ്, എങ്കിലും ഭയങ്കര എടുത്തൊന്നും എറിച്ചു നിൽക്കുന്നതല്ല, ഒരു പേസ്റ്റൽ ഒരു ഇതിലേക്ക് പോകുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഇവിടെ ബോർഡർ വ്യത്യാസപ്പെട്ടിട്ട് നമ്മളെപ്പോഴും കാണുന്നതെന്ന് പറയില്ല, നമ്മുടെ ട്രഡീഷണൽ ബോർഡറാണ് ക്രീമിൻ്റെ അറ്റത്ത് മെറൂൺ വരുന്നത്. പക്ഷെ ഒരിക്കലും അതിൻ്റെ ഒരു ഭംഗിയോ ഹിറ്റോ പോകത്തില്ല. അടുത്തത് ഇത് കണ്ടോ, റോയൽ ബ്ലൂ. അതിൻ്റെ സ്ഥാനത്ത് റോയൽ ബ്ലൂ. ഒരു സാരി ഉടുത്ത് കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, എന്നാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ കിട്ടും. കാണിക്കാം, ഫോട്ടോ കാണിക്കാം. ആ സാരി വരുമ്പോൾ ഫോട്ടോ കാണിക്കാം. എല്ലാത്തിനകത്തും ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഇതുണ്ട്, ഇതിൻ്റെ അടിഭാഗത്ത് ബ്ലൗസിൻ്റെ ഇത് വന്നേക്കുന്നുണ്ട്. ഇവിടെ ഒരു കളർ മങ്ങല്ലേ, ഇതുണ്ടോ, ബ്ലൗസിൻ്റെ ഡിസൈൻ വന്നേക്കുന്നുണ്ട്. ഇത് വരും മുന്താണി കണ്ടോ. ഇത് ഇവിടെ ഇതിലേക്കൂടെ ഒരു ഗോൾഡൻ ലൈൻസ് പോയിട്ട് ഉള്ളൊരു മുന്താണി. ഇത് വരും ബ്ലൗസ് കണ്ടോ. നല്ല സോഫ്റ്റാണ് സാരി കണ്ടോ. പിടിക്കുമ്പോഴേ നിങ്ങൾക്ക് കിട്ടും. അത് കുഞ്ഞായിട്ട് എന്തോരം വേണമെങ്കിലും നമുക്ക് മടക്കി കുഞ്ഞായിട്ട് പടുപടാന്നിങ്ങനെ ഒരുമാതിരി ശരീരത്തോട്ട് അകന്ന് നിൽക്കുന്ന ഒരു സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ള ആ ഒരു ഫീൽ ഇല്ല. തൊടുമ്പോൾ അറിയാം ശരിക്കും. നമുക്ക് നല്ല മൽക്കോട്ടൻ്റെ ഒക്കെ ഒരു കോട്ടൺ പറയാൻ പറ്റത്തില്ല, മൽക്കോട്ടൺ എന്ന് പറയാൻ ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ ഇട്ടേക്കുന്നൊക്കെ മൽക്കോട്ടനാണ്, എന്നാലും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഫ് പിടിക്കുന്ന ഒരു ഫീലാണ്, അല്ലാതെ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവമല്ല. ഇനി ഗ്രീൻ, ഇഷ്ടമുള്ള കളർ എടുത്തോ. നല്ലൊരു ഗ്രീന്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വരും ഉണ്ടോ. ഇതിൻ്റെ ഒരു ഫോട്ടോ എല്ലാത്തിനും ഉണ്ടായിരുന്നു ഫോട്ടോ, ഞാൻ പിന്നെ ചുമ്മാ ഒരെണ്ണത്തിൻ്റെ അങ്ങ് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഗ്രീന് സിമ്പിൾ വെയർ ആണ് കണ്ടോ. ബ്ലൗസ് വരുമ്പോൾ അവിടേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നേച്ച് നല്ലൊരു ഭംഗിയുണ്ട്. ഞാനതൊന്ന് എടുത്ത് കാണിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ എടുക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ വീട്ടിൽ കാര്യങ്ങളെല്ലാം ഈ ആവലാതി പറയുന്ന പോലെ ഇരുന്ന് പറച്ചിലാണ് എൻ്റെ പരിപാടി അല്ലേ. അടുത്തത് ഇതാ മെറൂൺ കണ്ടോ. മെറൂൺ അല്ല, റെഡാ, ചില്ലി റെഡാ. മെറൂൺ എന്തൊക്കെ ഓർത്തോണ്ട് പറയാം. അവിടെ ഒരു മെറൂൺ ഇരിപ്പുണ്ട്, അത് നോക്കിയിട്ട് പറയാം. ചില്ലി റെഡ് നല്ല രസം. പള്ളിയിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോകാൻ നല്ലതാണ്. ഇതേപോലത്തെ സാരി നമ്മുടെ കല്യാണി കോട്ടനെ വന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ, ചെക്ക് ഡിസൈൻ വന്നിട്ട്. ഏകദേശം അത് തന്നെ സെയിം, പക്ഷേ അതിൻ്റെ പകുതി റേറ്റേ ഉള്ളൂ. കല്യാണി കോട്ടൻ്റെ സ്റ്റഫ് അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ സ്റ്റഫ് ഇതിൻ്റെ മോശമാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ.
ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റഫും ഇതിൻ്റെ വീവിങ്ങും ഇതിൻ്റെ സംഭവങ്ങളും എല്ലാം അഫോർഡബിളാണ്, നല്ലതാണ്. ഇനി ഞാൻ വേറൊരു സാരി കാണിക്കാം. ഒരു ഡിസൈനർ സാരിയാണ് കേട്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഡിസൈനർ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം. ഇതാണ് സാരി, ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ലൈൻസ് പോകുന്നത്. ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ബോർഡറിൻ്റെ അവിടെ മാത്രം വരുമ്പോൾ എങ്ങനെയൊക്കെ മാത്രം ബോർഡറിൻ്റെ അവിടെ മാത്രം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെഹന്തി ബോർഡർ പോകുന്നുണ്ട്. ഈത്തെ കൂടെ ചെറിയ ചെറിയ ലൈൻസ്, നല്ല ക്ലാസ് സാരിയാണ്. അത് നിങ്ങളത് ഗെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഏത് സാരിയെ നമുക്ക് എത്ര ഇതാക്കാൻ, എത്ര ആക്കാൻ കഴിവ് കരവിരുതുണ്ടെങ്കിൽ അതും പറ്റും, എത്ര വേണമെങ്കിലും മോശമാക്കി കൊണ്ടെടുക്കാനും പറ്റും. പക്ഷെ ഞാൻ പറയാം, നല്ല ക്ലാസ് ഒരു ഡിഫറെൻറ്റ് ലുക്കിലുള്ള ഡിസൈനർ സാരി. മുന്താണിക്കൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ടാസിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബോർഡറും താഴത്തെ ബോർഡറും ഒരേപോലെ തന്നെ ഇങ്ങനെയാണ് ഫുൾ സാരി. ഇതിന് പ്രത്യേകിച്ച് വിത്ത് ബ്ലൗസ് ഇല്ല. ബ്ലൗസ് നിങ്ങൾക്ക് ഇതിലേത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ള കളേഴ്സ് മാറി മാറി പെയർ ചെയ്ത് സാരി പല ഇതായിട്ട് വേണമെങ്കിലും ഇടാം. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ സ്റ്റൈലിഷായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഇടൂലേ നമ്മുടെ. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേണം ശരിക്കും പേളുമാലയോ മുത്തുമാലയോ ഒക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി രസമായിരിക്കും. ഇനി അതിൻ്റെ കളേഴ്സ് കാണിക്കും. ഇപ്പോൾ കാണിച്ചതിൻ്റെ അകത്ത് എടുത്ത് നിൽക്കുന്നത് ബ്ലാക്ക് ആയിരുന്നേ. ഇനിയുള്ളതിനകത്ത് എടുത്ത് നിൽക്കുന്നത് ലാവണ്ടർ. സാരി എല്ലാം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന കളറിൽ, ഇവിടുത്തെ കളറിലേ ഇത് വരുള്ളൂ. എല്ലാവരും ബ്ലാക്ക് തന്നെ ചോദിക്കരുത്, കാരണം ഒരൊറ്റ കളറിന് തന്നെ ഒത്തിരി സ്റ്റോക്ക് ഇല്ല. ഇതേ അനുസരിച്ച് ഇത് ബണ്ടിൽ കണക്കിന് വരുന്നത്. അപ്പോൾ ഒരു ബണ്ടിലിനകത്ത് പല കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ വേണമെങ്കിൽ ഒരു 25 ബ്ലാക്ക് വേണമെങ്കിൽ 25 ബണ്ടിൽ എടുക്കേണ്ടി വരും. അത് റിസ്ക്കാണ്. അത്രയും നമുക്ക് ഒരു ടൈപ്പ് സാരിക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു കളർ തന്നെ ചോദിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. എല്ലാം നല്ല കളേഴ്സാണ്. പിന്നെ ചില കളറിനോട് ചിലർക്കൊക്കെ ഇഷ്ടം കൂടുതൽ കാണുമല്ലോ, എനിക്കും നിങ്ങൾക്കും എല്ലാം. ഇതിപ്പോൾ ഒരു വയലറ്റ്, ഈ ഉജാല കളർ എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു കളറ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ലൈൻസ് പോയിരിക്കുക. ഇത്രേ ഉള്ളൂ, ഒന്നും കാണിക്കാൻ ഇതിനകത്തില്ല. അതുകൊണ്ട് ടാസിൽ നല്ല ഭംഗിയുള്ള ടാസിലൊക്കെ ചെയ്ത് ഡിസൈനർ സാരിയാണ്. ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ പറഞ്ഞില്ലല്ലോ, ഹാൻഡ്ലൂം കോട്ടൻ്റെ സാരി. ഹാൻഡ്ലൂം കോട്ടൺ അല്ലെ മൽക്കോട്ടൺ എന്നൊക്കെ പറയാം. നല്ല എന്താ പറഞ്ഞ് എൻ്റെ ഒരു ലുക്ക്, ഹാൻഡ്ലൂം കോട്ടണിന് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസാമാന്യ ലുക്ക് തന്നെയാണ്. പിന്നെ കംഫർട്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടൊക്കെ ചൂടായി, ഇനി പറയാനൊന്നുമില്ല അല്ലേ. കൊതിയാവുമോ മഴ അങ്ങോട്ട്. അപ്പം ചൂടൊക്കെ ഉള്ളപ്പം ഉടുക്കാൻ ഏറ്റവും ഇതായിട്ടുള്ള സാരി. പിന്നെ റേറ്റ് നോക്കിയിട്ടല്ല നമ്മൾ സാരി ഡ്രൈ വാഷ് ചെയ്യണോ ഹാൻഡ് വാഷ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, റേറ്റ് നോക്കുകയല്ല, മെറ്റീരിയൽ നോക്കുക. ഇത് ഏത് സാരി അല്ല, എന്ത് ഡ്രസ്സ് ആയിക്കോട്ടെ, ഭയങ്കര ഡീപ്പായിട്ടുള്ള കളർ, അതായത് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ കളറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിപ്പോൾ ഈവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കർച്ചീഫ് ആണെങ്കിൽ പോലും അതിനെ മറ്റു തുണികളുടെ കൂടെ ഇട്ട് കഴുകരുത്. കാരണം ഡീപ്പ് ഡൈയിങ് വരുമ്പോഴത്തേനും അതിൻ്റെ കളർ കുറച്ച് ഇളകും. അത് അതിൻ്റെ കളർ പോകുന്നതല്ല, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ കുറച്ച് പോകും. അപ്പോൾ എന്നെ എടുക്കുന്ന ഒരു ഷാമ്പൂവിനകത്തൊന്ന് വാഷ് ചെയ്തെടുക്കുക, അല്ലെ കളർ കാർഡ് മുക്കുക. ഇതും ഞാൻ അങ്ങനെ പറയുള്ളൂ. പിന്നെ സ്റ്റാർച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് സ്റ്റാർച്ച് ചെയ്യുന്ന മോഡലല്ല. ഇഷ്ടം സ്റ്റാർച്ച് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്റ്റാർച്ച് ചെയ്യുന്ന മോഡലല്ല ഇത്. മൽക്കോട്ടൻ്റെ ഒരു അല്ലെങ്കിൽ ഹാൻഡ്ലൂം കോട്ടൻ്റെ ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. ഇതിനെന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നത് ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും സാരി. നല്ല രസമല്ലേ. ഞാൻ ഈ സാരി നൂർത്ത് കണ്ടില്ലായിരുന്നു കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക്. അപ്പോൾ മറ്റേ സാരിക്കില്ലെന്നാണോ എന്ന് ചോദിക്കരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും, എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ഉത്തരവില്ല. എല്ലാം നല്ലതാണ്. എന്തോ ഒതുങ്ങിയാണ് നമുക്ക് ശരീരത്തോട് നല്ല. ഇപ്പം എന്തെങ്കിലും ചൂട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ഇപ്പം ഞാൻ പറയട്ടെ, ലൈറ്റ് കളേഴ്സ് ഇടുന്ന ഡോക്ടർമാരും ടീച്ചർമാരും അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, പ്രൊഫസർമാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ നല്ല സാധനം, സൂപ്പർ സാധനം കേട്ടോ. ഫങ്ഷൻ വേണമെങ്കിലും ഉടുക്കാനായിട്ട് നല്ലതാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗോൾഡൻ സെറി പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ. ഇവിടുത്തെ ബോർഡർ ക്രീം, നല്ല ക്രീം മുന്താണി വന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ബോർഡർ ഒരുപോലെ. വേറെ ഒന്നുമില്ല ഇത്തതിൽ. എന്നാ പറയുന്നത്,
പല്ലു ഇല്ലേ, ഒന്നുമില്ല, മുന്താണി ഒന്നുമില്ല, വേറെ ഡിസൈൻ ഒന്നുമില്ല. അത് ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്ന കേട്ടോ. ഇത് മോഡൽ വേറെയാണേ. അത് സെയിം മെറ്റീരിയലൊക്കെ തന്നെ, വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഡിസൈനിൽ മാത്രം ഒരു വ്യത്യാസം. ഇത് മെറൂണ്, മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ്. അപ്പോൾ ബോഡിയിൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു പീച്ചാണ് വരുന്നത്, ഡാർക്ക് പീച്ചാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് പല കളേഴ്സ് കാണുന്നില്ലേ? ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പിടിപ്പിച്ചു. നല്ല സാരിയാണ്. ഡിസൈനർ സാരി എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയട്ടെ, ഗോൾഡ് ഉപയോഗിക്കരുത്. ഗോൾഡ് അല്ലാത്ത എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഇടാവുള്ളൂ. ഡിസൈനർ സാരിക്ക് ഗോൾഡ് ചിലതൊക്കെ ചേരുമായിരിക്കാം. നമുക്കെല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ, ഓരോരുത്തർ. പിന്നെ ഇഷ്ടങ്ങളും വ്യത്യാസമില്ല അല്ലേ? ഇത് ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡുണ്ട്, ലൈറ്റ് ഷെയ്ഡുണ്ട്, പീച്ചിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അങ്ങനെ പോയിക്കുന്നു. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യും. ഞാൻ കാണിക്കാൻ പോകുന്നൊരു റീസ്റ്റോക്ക് സാരിയാണ്. നമുക്ക് വളരെയധികം ഡിമാൻഡുള്ളതും എന്നാൽ എന്തോരം വന്നാലും തികയില്ലാത്തതുമായ ഒരു സാരി, ഈ റീസ്റ്റോക്ക് സാരി. എന്നാൽ ബഡ്ജറ്റ് റേറ്റ്, ഭയങ്കരമായിട്ടുള്ള ബഡ്ജറ്റ് റേറ്റിലുമാണ്. 1499 രൂപയേ ഉള്ളൂ ഈ സാരി. ബനാറസി കണ്ടോ? സാരി നിങ്ങൾ കണ്ടിട്ട് കാണും, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതെപ്പോഴും ആൾക്കാർക്ക് ചോദിക്കുന്നതാണ്. അത് ഇതിൻ്റെ ബോർഡറിൽ ഇതിപ്പം ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ, ഈ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. മെറൂൺ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സ്റ്റോക്കില്ല, തീർന്നുപോയി. ഇതാണ് മുന്താണി കണ്ടോ, ആ ഒരു മാംഗോ പ്രിന്റ് വന്നിട്ടുള്ള ഇത്രയും അകലെ പോയെന്ന്. എന്നാൽ ഇത് ചൊന്നൂടെ ഒന്ന് അടുപ്പിക്കും, കളറ് മാറിക്കോട്ടെ, എന്നാൽ ഈ ഡിസൈനിൻ്റെ ഇത് കാണണ്ടേ. കളർ അവിടെ നിന്നപ്പോൾ അടുത്തുള്ള കളർ കണ്ടല്ലോ, കറക്റ്റുള്ള കളർ കണ്ടല്ലോ. നല്ല മുന്താണി. ഇനി ഇത് കണ്ടോ, ഇതാണ് താഴത്തെ ബോർഡർ. ഒരു ചന്ദന കളർ, സാണ്ടൽ ഷെയ്ഡേ കൂടെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് ഉണ്ട്. ഇതെല്ലാം വീവിങ് ആണ്. ഇവിടെ വന്നിട്ട് ചില്ലി റെഡ് കളർ ബ്ലൗസ് വരുമ്പോൾ എന്തേണ്ടേ, ഈ ഒരു ബ്ലൗസ് ചില്ലി റെഡിൻ്റെ തന്നെ ബുട്ടാസും കയ്യിൽ ബോർഡറും ഉള്ള ബ്ലൗസ്, ചെറിയ ബോർഡറേ ഉള്ളൂ, അങ്ങനെയുള്ള ബ്ലൗസ്. ഈ സാരി ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. എപ്പോൾ വന്നാലും നമുക്ക് പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു സാരിയാണ്. ഞാനാണ് ഓവർ സ്റ്റോക്ക് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ചിലത് നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഈ സാരിക്കൊക്കെ എനിക്ക് ഒരു നോട്ടം ഇല്ലാതെ സ്റ്റോക്ക് ഓർഡർ ഇടുന്ന സാരിയാണ്. ഇത് അതുപോലെയൊക്കെ തന്നെയുള്ള സാരിയാണ്. വില റേറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് പൊടിക്ക് റേറ്റ് കുറവാണ്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് കേട്ടോ. ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറയും, ഭയങ്കര ഗോൾഡൻ അല്ല, ചിക്കു കളർ എന്ന് പറയത്തില്ലേ, ആ കളർ. അതിൻ്റെ അറ്റത്ത് റാണി പിങ്ക്. എന്താ മുന്താണി, ഇത് ബ്ലൗസും കൂടെ കാണിക്കാം. ഇത് വരും ബ്ലൗസ്, ഇതുപോലെ തന്നെ ബൂട്ടാസ് ഉള്ള ബ്ലൗസ്. പിന്നെ ഇത് വരും ബോർഡർ കണ്ടല്ലോ. ഇത് ഇനിയില്ലേ നമ്മുടെ സെമി ജ്യൂട്ടിൻ്റെ ഒരു സാരി കാണിക്കാം. എപ്പോൾ വന്നാലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആവശ്യക്കാരും ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇതാ. സെമി ജ്യൂട്ട് എന്നല്ല പറയുന്നത്, ടസർ ജ്യൂട്ട് അങ്ങനെയാണ് പറയുന്നത്. ജൂട്ട് ടസർ അല്ലെങ്കിൽ ടസർ ജ്യൂട്ട് എന്നാണ് പറയുന്നത്. കാരണം ടസറിനും ജൂട്ടിനും നമ്മുടെ മാർക്കറ്റിൽ എത്രയോ വർഷങ്ങളായിട്ട് ഒരിക്കലും ഡിമാൻഡ് മാറുകയില്ലാത്ത കുറച്ച് സാധനം. അതിനെ മാനുഫാക്ചർ ചെയ്യുന്നത് പോലും അത്രയും കോസ്റ്റ്ലി ആയിട്ടാണ്. പുഴുവിൽ നിന്നും അതുപോലെ ചില ചെടികളിൽ നിന്നും ഇലയിൽ നിന്നും ഒക്കെയാണ് അതിൻ്റെ കളർ ഡൈയിങ്ങും അതിൻ്റെ നൂലും എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടസറിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. ഇത് പ്യുവറല്ല, ഇതിൻ്റെ സെമിയാണ്. രണ്ടും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ടസറും ജ്യൂട്ടും. ഈ കാണുന്ന ഭാഗം ഇതിൻ്റെ മുന്താണിയായിട്ട് വരും. നല്ല ഒരു ബോഡിക്ക് വന്നിട്ട് നമ്മുടെ കലങ്കാരി പ്രിൻ്റാണ്. നല്ല ക്ലാസ് ലുക്ക് തോന്നുന്ന സാരി. ഇതിപ്പോൾ വന്നിട്ട് പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ആർക്കും ഇഷ്ടപ്പെടും, നല്ലൊരു സാരിയാണ്. ടസർ പ്രേമികൾക്കും ഇടാം, ജൂട്ട് ഇഷ്ടമുള്ളവർക്കും ഇടാം. ഇത് വരും ബ്ലൗസ്. ഇതിൻ്റെയൊക്കെ വിവിധ കളറുകളും വെറൈറ്റികളും എല്ലാം നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞ പോലെ വരുന്നത്. ചില സാരി എപ്പോഴും വരും. അതുപോലെ ഒരു സാരി ലിനൻ സാരി എപ്പോൾ വന്നാലും
എന്താന്ന് പറയുന്ന ആൾക്കാർക്ക് വേണം. അതിൻ്റെ മറ്റൊരു കളർ, മറ്റേത് പിസ്ത ഗ്രീൻ ആയിരുന്നു, ഇതൊരു വാടാമുല്ലയുടെ അല്ലെങ്കിൽ ലൈറ്റ് നേരത്തെ ഒരു കളർ, പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി വരുമ്പോൾ എന്തേണ്ട ഇങ്ങനെ വരും. കണ്ടോ, ഇതാണ് മുന്താണി. ബോഡിയിൽ കലങ്കാരി പ്രിൻ്റാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഇതേണ്ട ഇത് ഉണ്ടോ, ആ ഒരു ലാവണ്ടർ ഷെയ്ഡ് ബ്ലൗസ്. ലാവണ്ടർ ഷെയ്ഡ് വന്നതെന്നു ചോദിച്ചാൽ ഇതിന് ബോർഡറിൽ വന്നിരിക്കുന്ന ആ ലാവണ്ടർ ഷെയ്ഡ്. ഏറ്റവും കൂടുതൽ ലാവണ്ടർ ഷെയ്ഡിൻ്റെ ചില മിശ്രിതങ്ങൾ പോയിട്ടുണ്ട്. ഇനി ഞാനൊരു നല്ലൊരു സാരി കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് സാരിയാണ്. ക്രഷ് ഓർഗൻസ അല്ലെങ്കിൽ സിൽക്കി ഓർഗൻസ അല്ലെങ്കിൽ സോഫ്റ്റ് ഓർഗൻസ, എങ്ങനെ വേണേലും പേരിട്ട് വിളിക്കാം. ബഡ്ജറ്റ് റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ സാരികൾ വരുന്നത് 3,000 എബോവ് റേറ്റിലാണ് വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി റേറ്റ് കുറവാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ഭംഗിയാണ്, നല്ല ഫങ്ഷൻ വെയർ ആണ്. പിന്നെ നല്ല പേസ്റ്റൽ കളറുമാണ്. ഇതാണ് അതിൻ്റെ, കണ്ടോ, നല്ല എംബ്രോയ്ഡറി കണ്ടോ, ഭയങ്കരമായിട്ട് രസമാണ് അത് കാണാനായിട്ട്. ബോഡിയിലും ആ ഒരു ഇതുമായിട്ട് പോന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സാരികളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല രസം കേട്ടോ. ഇത് ഇങ്ങനെ സ്കാലപ്പ് എല്ലാം ചെയ്ത്, കണ്ടോ, സ്കാലപ്പ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി. ആ ഒരു വൃത്തിയുള്ള എംബ്രോയ്ഡറി ഒന്ന് നോക്കി. ഇതിന് ബ്ലൗസ് വരുമ്പം പ്ലെയിനാണ് കേട്ടോ, ഇങ്ങനെ പ്ലെയിനായിട്ട് വരും. തിളക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്രഷ് സിൽക്ക് ഓർഗൻസ അല്ലെങ്കിൽ സോഫ്റ്റ് ഓർഗൻസ തിളക്കമുണ്ട്. അത് ഫങ്ഷൻ വെയർ സാരിയാണ്, അതിനുള്ള തിളക്കം ഉണ്ട്. തിളക്കം ഇല്ലായ്മയില്ല. അതുകൊണ്ട് അതൊരു ആ തിളക്കം ഒരു വൃത്തികെട്ട ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു തിളക്കമല്ല ഇത്. അത്രയും തിളക്കം എനിക്ക് പണ്ടേ ഉള്ളൊരു പുറത്തോന്ന് വീണു ഇങ്ങനെ നിൽക്കുന്ന തിളക്കമല്ലെന്ന്. ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എടുത്ത് നിൽക്കുന്നതെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന് ആ കളറിൻ്റെ വ്യത്യാസപ്പെട്ടായിരിക്കും. ഈ കളർ എന്നാ കളറാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ കളറാന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. ബേജ് കളറിൻ്റെയൊക്കെ ഒരു അതിൽ ഈ ഒരു എംബ്രോയ്ഡറി രണ്ടും സെയിം ആണ്. സ്റ്റഫ് സെയിം ആണ്. പേസ്റ്റൽ കളറാണ്. പേസ്റ്റൽ കളർ ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി, വൃത്തി, എടുപ്പ് എല്ലാം ഉണ്ട്. ഉറപ്പായിട്ടും സാരി ഫോൾ വെക്കണം. സാരി ഫോൾ വെച്ചേ ഇതൊക്കെ ഉടുക്കാവുള്ളൂ. എന്നാലും എന്നാ രസമായിരിക്കും എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റുകയില്ലാത്തത്ര രസം. ബോഡിയെ നിറച്ചും ഇങ്ങനെ ബൂട്ടാസ് കണ്ടോ, ഇതെല്ലാം വർക്കാണ്, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. സ്കാലപ്പ് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ, മുമ്പേ അതിൻ്റെ പോലെ തന്നെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ഉണ്ടോ, ഇത് പ്ലെയിൻ. മുന്താണി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എല്ലാം സെയിം ആയിട്ട്. മുന്താണിക്ക് ടാസിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.